കേരള യാത്രാവേദിയിൽ നമ്മെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാഴ്ചയാണ്. വേദിയിലെ പ്രഭാഷണങ്ങളും മറ്റും കൃത്യസമയത്ത് പരിഭാഷപ്പെടുത്തുന്ന ഒരു ഉസ്താദിൻ്റെ ചിത്രം. ആ ഉസ്താദ് ഓരോ പ്രസംഗങ്ങളും അതേ സമയത്ത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. പലപ്പോഴും നമ്മുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്കാണ് തിരിഞ്ഞത്. അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞത് ഒരു ഭാഗത്ത് സന്തോഷവും അതോടുകൂടെ തന്നെ നമ്മെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ചതുമായ ഒരു കാഴ്ചയാണ്. വിഷയം ഇതാണ്: മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തുന്ന കേരള യാത്രയുടെ വേദിയിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ പലപ്പോഴും മാറ്റിവെച്ച മനുഷ്യർക്കിടയിലുള്ള പല വിഭാഗങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സംസാരശേഷിയില്ലാത്ത, കേൾവി ശക്തിയില്ലാത്ത മനുഷ്യർക്കിടയിലെ ഒരു വിഭാഗം. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പരിപാടികളെല്ലാം അവരുടെ ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പരിഭാഷപ്പെടുന്ന ലൈവ് ട്രാൻസ്ലേഷൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ സഖാഫി പാക്കണ ഉസ്താദ് അവർകളാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഏറെ സന്തോഷം. അതായത് ഈ അംഗപരിമിതർ എന്നൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്കുള്ള പല കഴിവുകളും ഇല്ലാത്ത പല ആളുകളും നമ്മുടെ സഹോദരങ്ങളായിട്ട് ചുറ്റുമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത് സഹതാപത്തോടു കൂടെയുള്ള നോട്ടങ്ങളോ സഹതാപത്തോടു കൂടെയുള്ള പരിചരണങ്ങളോ അല്ല എന്നുള്ളത് നമ്മെ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറം അവർക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രമാത്രം ചെയ്യാൻ കഴിയുമെന്നുള്ളതും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും അവർ ഈ സമൂഹത്തിലെ ഒരു ഭാഗമാണ് എന്നുള്ള ബോധ്യം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ്. ഈ ഒരു സംഘം നേതൃത്വം നൽകിയ ഈ ഒരു പ്രവർത്തനത്തെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നുള്ളതാണ്. ചില സമ്മേളന വേദികളിൽ സംസാരിക്കാൻ കഴിയില്ലാത്ത ആളുകൾ മുമ്പിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഇതുപോലെ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ആങ്കർമാരൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ ഇത്തരമൊരു പരിപാടിക്ക് കൂടെ ഭാഗവാക്കാക്കാൻ കഴിയുമെന്നുള്ളത് സമൂഹത്തിലെ പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് സത്യം. പക്ഷേ ഈ ഒരു പരിപാടിയിൽ മുൻവശത്ത് പല ആളുകളും സംസാരിക്കാൻ കഴിവില്ലാത്തവർ വന്നിരുന്നത് കണ്ടപ്പോൾ അവരല്പം ശ്രദ്ധിച്ചപ്പോൾ സത്യത്തിൽ പലപ്പോഴും നമുക്ക് ദുഃഖം തോന്നുകയുണ്ടായി. എന്താ കാരണം? അവർക്കും ഒരു ലോകമുണ്ട്. ഈ സംസാരിക്കാൻ കഴിയാത്ത, കേൾവിശക്തി ഇല്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ, അവർക്കൊരു ലോകമുണ്ട്. അവരും പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അവർ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അവർ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ പരസ്പരം ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്നുണ്ട്. അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവർക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, അവരെ ഇതിൻ്റെ ഒരു ഭാഗമാക്കിയപ്പോൾ, ബഹുമാനപ്പെട്ട AP ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ മഹത്തായ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ മാറ്റിയപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ ഒരു ചേർത്ത് പിടിക്കൽ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗഫൂർ സഖാഫി പാക്കണയോട് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടു. വളരെ സന്തോഷത്തോടു കൂടെയും അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള വളരെ ഒരു കൃതജ്ഞതയോടു കൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും നമ്മളൊക്കെ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം അവർക്ക് ആംഗ്യഭാഷയുണ്ട്. ഒരു സമയം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലല്ലോ. ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അദ്ദേഹം സംസാരിക്കുകയാണ്. വേദിയുടെ മുമ്പിൽ വന്ന് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. സഖാഫിയോട് ഞാൻ ചോദിച്ചു, എല്ലാ വേദിയിലും ഉണ്ടാകുമോ? ഇൻഷാ അല്ലാഹ് അവസാനം വരെ എല്ലാ വേദിയിലും ഈ പറയപ്പെട്ട ഈ വിഭാഗത്തിനെ കൈപ്പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കും എന്നാണ് ഗഫൂർ സഖാഫി പാക്കണ അറിയിച്ചത്. ഏതായിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടെ നമ്മുടെ യാത്ര ഇതുപോലെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഭാഗത്തെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അവസരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.